ഇന്ന് ചീരത്തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതെല്ലാവർക്കും ഇഷ്ടമുള്ളതായിരിക്കുമല്ലോ അല്ലേ. ടേസ്റ്റിയുമാണ്, ഹെൽത്തിയുമാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ മതിയാവും, 1 or 2. എണ്ണ ചൂടായി കഴിഞ്ഞാൽ കടുകിന് പകരം ഞാൻ അരിയാണ് ഇടുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം മുരിങ്ങ ഇലത്തോരനും കണ്ടല്ലോ ഇതുപോലെ അരി ഇടുന്നത്. ഇതിപ്പോൾ പൊന്നിയരിയാണ് ഇട്ടത്. നമുക്ക് വീട്ടിലുള്ള ഏതാണെന്ന് വെച്ചാൽ ചേർക്കാം. ഇതൊന്ന് പൊട്ടി തുടങ്ങിയാൽ 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് അത് ഈ തോരൻ്റെ കൂടെ കിടക്കുമ്പോഴേ. ഇനി വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മുളക് മൂത്ത് തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ഇട്ട് കൊടുക്കാം. എളുപ്പം എല്ലാവർക്കും അറിയാവുന്നതാണ്, എന്നാലും ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും. ഈ ചീര ഇട്ട് കൊടുക്കാം, അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഓർഗാനിക് ചീരയാണ്. ഇത് പെട്ടെന്ന് വേവുമല്ലോ, അധികം വേവില്ല. അതുകൊണ്ട് ഇളക്കി കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുക്കാം. ശകലം 1/4 സ്പൂൺ ഉപ്പിടാം. ഇനി ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് അടച്ചു വയ്ക്കുകയാണ്. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി തോരനുള്ള അരപ്പ് റെഡിയാക്കാം. വെന്ത് വരുമ്പോൾ കുറച്ചല്ലേ കാണുള്ളൂ. അതുകൊണ്ട് നമുക്ക് 3 ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കാം, ചിരകിയ തേങ്ങ. ഇനി 3 അല്ലി വെളുത്തുള്ളി, ചെറിയ വെളുത്തുള്ളിയാണ്, 3 അല്ലി വെളുത്തുള്ളി. പിന്നെ വേണ്ടത് 1/4 സ്പൂൺ അല്ലെങ്കിൽ 1 പിഞ്ച്, ഇത്ര മതി, കുറച്ച് മതി, ജീരകം, നല്ല ജീരകം, അല്പം ഉപ്പ്, 1 നുള്ള്. ചീരക്കൊക്കെ പെട്ടെന്ന് അധികം ഉപ്പ് വേണ്ട. പിന്നെ ഞാൻ ഇടുന്നത് ഒരു എരിവിന് ഒരല്പം ഇത്രയും 1/4 ടീസ്പൂൺ മുളക് പൊടി. മഞ്ഞൾപ്പൊടി നിർബന്ധമില്ല കേട്ടോ, എന്നാലും 1 നുള്ള് ചേർക്കാം. ഇത്ര 1 നുള്ള് മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടെ ഒന്ന് തോരൻ്റെ പരുവത്തിൽ കറക്കിയെടുക്കാം. ഇങ്ങനെ ചീരത്തോരനുള്ള അരപ്പ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അടപ്പ് തുറന്ന് നോക്കാം. വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ അതിൽ നിന്ന് വെള്ളം അല്പം ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ വെന്ത് കഴിഞ്ഞു. ജസ്റ്റ് 1-2 മിനിറ്റ് മതി. ഇനി ഇതിലേക്ക് അരപ്പിട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മൂടി വയ്ക്കാം. ജസ്റ്റ് ഫ്യൂ സെക്കൻഡ്സ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നിട്ട് ഇളക്കിയെടുക്കാം. 3-4-5 സെക്കൻഡ് കഴിഞ്ഞു. തുറന്നു നോക്കാം. ഇനി ഒന്ന് ഇളക്കിയെടുക്കുക. വെള്ളത്തിൻ്റെ നനവില്ലാതെ, ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. നല്ല വേവുന്ന ചീര. ഒന്ന് ഇളക്കിയെടുക്കുക. നമ്മുടെ ചീരത്തോരനും റെഡി ആയിട്ടുണ്ട്. ചിലർ എനിക്ക് തോന്നുന്നു വെളുത്തുള്ളിക്ക് പകരം ചെറിയ ഉള്ളിയൊക്കെ ചേർക്കും തോന്നുന്നു. ഞാനിതാണ് സ്ഥിരം ചേർക്കുന്നത്. നമുക്കിനി വിളമ്പുന്ന പാത്രത്തിലേക്ക് ഇത് തോരനും മാറ്റാം. തീ ഓഫ് ചെയ്യണേ. ചീരത്തോരനും പിന്നെന്താ പറയുക, ഒരു അവിയലും രസവും ഈ സുഖമായിട്ട് ചോറുണ്ണ. അങ്ങനെ ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ വേർഷൻസ് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്താൽ നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. Anjana, Foodie, Lifestyle. Bye-bye.